ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് തയ്യാറാക്കിയാലോ? ഇത് പ്രഷർ കുക്കറിലാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ നെയ്ച്ചോറ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിത് ബാസ്മതി റൈസിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ജീരകശാല റൈസിലും ഇത് തയ്യാറാക്കാവുന്നതാണ്. 250 ml കപ്പിന് 2 കപ്പ് ബാസ്മതി റൈസാണ് എടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് 20 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. 20 മിനിറ്റിന് ശേഷം ഇത് വീണ്ടും കഴുകേണ്ട ആവശ്യമില്ല. വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ചാൽ മതിയാകും. വീണ്ടും കഴുകിയെടുക്കുമ്പോൾ അരി പൊടിഞ്ഞു പോകാനുള്ള ഇടയുണ്ട്. അപ്പോൾ 20 മിനിറ്റിന് ശേഷം ഒരു സ്ട്രെയിനറിലേക്ക് ഇത് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഞാനിതിവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ആദ്യം കുറച്ച് സവാളയും കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു കുക്കറിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്കിപ്പോൾ ഒരു സവാളയുടെ പകുതിയാണ് ചേർത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് നന്നായിട്ട് കളറ് മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇത് കരിഞ്ഞു പോകാതെ നോക്കണം. ഇപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു കളറാകുമ്പോൾ തന്നെ ഇത് സ്ട്രെയിനറിലേക്ക് മാറ്റി വയ്ക്കണം. അപ്പോൾ ഞാനിതിവിടെ മുഴുവനും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ 8 കാഷ്യൂ നട്ട്സാണ് ചേർത്തത്. അപ്പോൾ കാഷ്യൂ നട്ട്സ് ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നപ്പോൾ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് പാകമാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതേ കുക്കറിൽ തന്നെയാണ് ഞാൻ നെയ്ച്ചോറ് തയ്യാറാക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നീട് നെയ്ച്ചോറൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിട്ട് ഈ ഒരു കുക്കർ കഴുകുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ കുക്കറിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ബേ ലീഫാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇതിലേക്ക് 2 കഷ്ണം പട്ട, 4 ഏലയ്ക്ക, 1 തക്കോലം, 4 ഗ്രാമ്പൂ ഇത്രയുമാണ് ചേർത്തത്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കി പകുതി സവാളയും കൂടിയാണ് ചേർത്തത്. അപ്പോൾ ഈ നെയ്ച്ചോറ് തയ്യാറാക്കാനായിട്ട് മൊത്തത്തിൽ 1 സവാളയാണ് എടുത്തത്. പകുതി സവാള നേരത്തെ നമ്മൾ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് അവസാനം ഗാർണിഷ് ചെയ്യാനുള്ളതാണ്. ബാക്കി പകുതി സവാളയാണ് ഇപ്പോൾ വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. സവാള വഴറ്റി ബ്രൗൺ ഷെയ്ഡൊന്നും ആക്കരുത്, നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. സവാള ഇപ്പോൾ പാകത്തിന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി ഞാനിവിടെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അരി ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അരി ചേർത്തിട്ട് 2 മിനിറ്റോളം ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇതിനു മുമ്പ് നെയ്ച്ചോറിൻ്റെ ഒരു റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് പ്രഷർ കുക്കറിലല്ല, ഒരു കടായിലാണ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് പ്രഷർ കുക്കറിലായതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് ബാസ്മതി റൈസിന് 3 കപ്പ് നല്ല ചൂടുവെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് അല്പം ഒന്ന് മുന്നിട്ട് നിൽക്കണം. അപ്പോഴാണ് അരി നന്നായിട്ട് വെന്ത് വന്ന് കഴിയുമ്പോൾ ഉപ്പ് പാകത്തിനുണ്ടാവും. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ ഇത് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അരിക്കനുസരിച്ചിട്ടും കുക്കറിനനുസരിച്ചും കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വന്നേക്കാം. നല്ലതുപോലെ പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് ഞാനിപ്പോൾ കുക്കർ തുറന്നത്. നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് സൈഡിൽ നിന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അടിയിൽ നിന്നും മൊത്തത്തിലൊന്ന് ഈ ചോറൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഒട്ടും തന്നെ ഇത് ഒട്ടിപ്പിടിച്ചിട്ടില്ല. പാകത്തിന് അരി വെന്ത് വന്നിട്ടുണ്ട്. നെയ്യ് താല്പര്യമുള്ളവർക്ക് ഈ ഒരു നെയ്ച്ചോറ് നെയ്യിൽ മാത്രം തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. വെജിറ്റബിൾ ഓയിലും ഒഴിക്കണമെന്നില്ല. ഞാനിപ്പോൾ കുറച്ച് വെജിറ്റബിൾ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും മാത്രമാണ് ഇതിലേക്ക് ചേർത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരുന്ന സവാളയും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്